കോഴിക്കോട് കോർപ്പറേഷൻ വലിയ അട്ടിമറിയാണ് നടന്നിരിക്കുന്നത്. പൊറ്റമ്മൽ വാർഡ് BJP പിടിച്ചെടുത്തിരിക്കുന്നു. കാലങ്ങളായി CPM-നൊപ്പം നിന്ന വാർഡാണ്. മാത്രമല്ല മേയർ ബീന ഫിലിപ്പിൻ്റെ വാർഡ് കൂടിയാണ് ഇപ്പോൾ ടി റനീഷ് പിടിച്ചെടുത്തിരിക്കുന്നത്. വലിയ വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അല്ല, ആദ്യമായി ഞാൻ പൊറ്റമ്മൽ വാർഡിലെ ജനങ്ങളോട് 1000 നന്ദി പറയാണ്. അവിടുത്തെ യുവാക്കൾ, അവിടുത്തെ അമ്മമാർ, അതുപോലെ തന്നെ അവിടുത്തെ പാർട്ടി പ്രവർത്തകർ, നിസ്വാർത്ഥമായി പ്രവർത്തിച്ച പാർട്ടി പ്രവർത്തകർ, അതോടൊപ്പം 5 വയസ്സുള്ള റനീഷ് മാമ എന്ന് പറഞ്ഞുകൊണ്ട് മാമന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള 5 വയസ്സുള്ള കുട്ടികളുണ്ട് അവിടെ. വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് എന്നെ പരിചയപ്പെട്ടുള്ള കുട്ടികൾ, അവർക്കടക്കമാണ് ഈ നന്ദി. അതോടൊപ്പം ഞങ്ങളുടെ പ്രവർത്തകരും മുൻകാല പ്രവർത്തകർ ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്ന സമയത്ത്, ഞങ്ങളൊരു ബൂത്ത് കിട്ടുന്ന സമയത്ത്, നിങ്ങൾ എന്തിനാണ് ഈ പൊറ്റമ്മൽ പോലെ ഒരു വാർഡിൽ ഞങ്ങളൊരു കുറ്റിച്ചൂള നിർത്തി വിജയിക്കുന്ന വാർഡിൽ നിങ്ങളെന്ന് ഞങ്ങൾ അപമാനിച്ച ഞങ്ങളുടെ പ്രവർത്തകർ, ഇന്ന് മൺമറഞ്ഞു പോയിട്ടുള്ള പ്രവർത്തകർ, അവരുടെയൊക്കെ ആഗ്രഹത്തെ പൂവണിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവർക്കെല്ലാവർക്കും 1000 നന്ദി പറയുന്നു. അതോടൊപ്പം എൻ്റെ പുതിയറയിലെ ജനങ്ങൾ, കാരണം കഴിഞ്ഞ 5 വർഷം ഞാൻ അവിടെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടും അവസാനത്തെ 2 ദിവസം ഫേക്ക് വീഡിയോകൾ ചെയ്ത്, പണം കൊടുത്ത് വീഡിയോകൾ ചെയ്ത് പുതിയറയിലും പൊറ്റമ്മലും വ്യാപകമായി CPM പ്രചരിപ്പിച്ചു. അവർ വിചാരിച്ചത് ഇത്തരത്തിലുള്ള വീഡിയോകൾ കൊണ്ട് വിജയിക്കാമെന്നുള്ള പണ്ടത്തെ പ്രാകൃത രീതിയിലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. സത്യത്തിൻ്റെ കൂടെ, വികസനത്തിൻ്റെ കൂടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന കാഴ്ചപ്പാടുകൾക്ക് ജനങ്ങൾ നൽകിയ വിജയമാണ്. എനിക്ക് പൊറ്റമ്മൽ ജനങ്ങളോട് നന്ദി പറയുന്നു. അതോടൊപ്പം പുതിയറ ജനങ്ങളോട് നന്ദി പറയുന്നു. ഈ പൊറ്റമ്മൽ ജനങ്ങളോട് എനിക്ക് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നൽകിയിട്ടുള്ള വികസന കാഴ്ചപ്പാടുണ്ട്. നാളെ മുതൽ നിങ്ങൾ എന്നെ അർപ്പിച്ച വിശ്വാസത്തിന് ആ വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് കൊണ്ടുപോവുക, അത് പ്രാവർത്തികമാക്കാൻ 24 മണിക്കൂറും നിങ്ങൾ എന്നെ അർപ്പിച്ച വിശ്വാസത്തിന് നിങ്ങളെ കൂടെ ഉണ്ടാകുമെന്ന് ഈ അവസരം നന്ദി പറയുന്നു. വലിയൊരു ചരിത്ര വിജയമാണ് നേടിയിട്ടുള്ളത്. ആ ചരിത്ര വിജയത്തെ പോലെ ഇനിയുള്ള വികസനത്തിന് നാളുകളായിരിക്കും പൊറ്റമ്മൽ ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. മികച്ച ഒരു ഭൂരിപക്ഷം കൂടി സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനമാണ്. 167 വോട്ടിൻ്റെ 171 വോട്ടിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 47 വർഷം AK പ്രേമജവും ബീന ഫിലിപ്പും അടക്കം രാഹുൽ ഗാന്ധിയെ നമ്മൾ വയനാട് കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്ന പോലെ തങ്ങളുടെ സേഫ് സോണായിട്ടുള്ള മേയർമാരെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് അവിടെ പിന്നെ തിരിഞ്ഞു നോക്കാറില്ല മേയർമാർ. ആകെ ബോഡിക്ക് റീത്ത് വെക്കാനും ഏതെങ്കിലും കല്യാണ വീട്ടിൽ മാത്രമാണ് അവിടുത്തെ പിന്നെ അവിടെ നിങ്ങൾ മനസ്സിലാക്കണം. 50 വർഷമായിട്ട് കൗൺസിലർമാർക്ക് ഒരു കൗൺസിൽ ഓഫീസ് പോലും ഇല്ല. എന്നാൽ എത്രത്തോളമാണ് അവർ ജനങ്ങളുടെ ജനാധിപത്യത്തെ അവർ കാണുന്നത്, വളരെ വികൃതമായി കാണുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ ഒരു പെട്ടിക്കൂടെങ്കിലും ഇട്ടിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്ന ഒരു ഓഫീസുണ്ട്. ഒരു ഓഫീസ് പോലും CPM ഇതുവരെ നടത്തിയിട്ടില്ല. അത് ജനങ്ങൾ ബോധ്യപ്പെട്ടു. ആ ജനങ്ങൾ വികസനത്തിന് പതിയാണ്. ഇന്ന് പണ്ടത്തെ പോലെ നേതാക്കന്മാരുടെ വാക്കുകൾ കേട്ട് ആവേശം തുള്ളുന്ന കാര്യങ്ങളൊന്നല്ല. ജനങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. കാലഘട്ടത്തിന് ജനങ്ങൾ മാറുന്നു. ഇനിയുള്ള കാലഘട്ടം BJPയുടെ ആണ് എന്ന് പറയുന്നത്. സെമി ഫൈനൽ വരട്ടെ. നിയമസഭയിൽ നമുക്ക് കാണാം. വലിയ വിജയം BJP പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. കോഴിക്കോട് നിന്ന് ജയൻ കല്യാശ്ശേരിക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.